നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ്ണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഫൈബ്രോമയാൽജിയയെ പറ്റിയിട്ടാണ്. ഫൈബ്രോമയാൽജിയ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഫൈബ്രോ എന്ന് പറയുമ്പോൾ ഫൈബേഴ്സ് ആണ്, മയോ ഈസ് മസിൽ, ആൽജിയ പെയിൻ ആണ്. ശരീരത്തിലുടനീളം ഉണ്ടാകുന്ന വിട്ടുമാറാത്ത വേദനയാണ് ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു 2 to 4% ഫൈബ്രോമയാൽജിയ കണ്ടുവരാറുണ്ട്. കമ്പാരിങ് ടു മെൻ, വുമണിലാണ് ഇത് കാണാനുള്ള സാധ്യത കൂടുതൽ. ഒരു ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോം ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്രോണിക് ഫെറ്റീഗ്നെസ് എന്നും ഫൈബ്രോമയാൽജിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഇതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കുമ്പോൾ മേജറായിട്ടും പെയിൻ തന്നെയാണ്. അതായത് ശരീരത്തിൽ മുഴുവനായിട്ടുള്ള വേദന, കഴുത്തിന്റെ ബാക്കിൽ, ഷോൾഡറിൽ, ചെസ്റ്റിൽ, കൈകാലുകളിലൊക്കെ ആയിട്ടുള്ള വിട്ടുമാറാത്ത വേദന. അതൊരു 3 മന്തോളം ഉണ്ടാവും. ഫൈബ്രോമയാൽജിയ ആയിട്ട് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തോളം ആ വേദന നിലനിൽക്കണം. ആൻഡ് അതിന്റെ കൂടെ ഫറ്റീഗ്നെസ്, ടയർഡ്നെസ്, ഉറക്കമില്ലായ്മ, സെൻസിറ്റിവിറ്റി, ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റി, വോയിസസ് ഒക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബോഡിയിൽ വേദന തുടങ്ങുന്ന കണ്ടീഷൻസ് ഫൈബ്രോമയാൽജിയയിൽ കാണാൻ പറ്റും. അതേപോലെ കൊഗ്നിറ്റീവ് ബുദ്ധിമുട്ടുകൾ, മൂഡ് സ്വിങ്സ്, ആൻസൈറ്റി, വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ എല്ലാം ഫൈബ്രോമയാൽജിയിൽ ഉണ്ടാവും. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങൾ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഒക്കെ ഫൈബ്രോമയാൽജിയയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റും. മറ്റ് അസുഖങ്ങൾ ഫൈബ്രോമയാൽജിയ ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. ലൈക്ക് മയോഫേഷ്യൽ പെയിൻ, അതേപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. മയോഫേഷ്യൽ പെയിനിലൊക്കെ ദ പെയിൻ ഈസ് കൺസേൺ ടു എ സ്പെസിഫിക് ഏരിയ. ഇതേപോലെ ബോഡിയിൽ മുഴുവനായിട്ടില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഭാഗത്തിലായിരിക്കും. അത് പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്ന പോലെയുള്ള ഫീലിങ്സ് ഉണ്ടാവാം. പക്ഷെ ഫൈബ്രോമയാൽജിയയിൽ ബോഡി മുഴുവനായിട്ടും എല്ലാ സമയത്തും വേദന എടുക്കുക എന്നുള്ളൊരു സൈൻ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ കോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്. ജനറ്റിക് റീസൺസ് ആണ് മെയിനായിട്ടും വരുന്നത്. അതേപോലെ ബ്രെയിൻ ഫോഗ്, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, ട്രോമ, സ്ട്രെസ്, അതേപോലെ ഈ പെയിൻ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന വ്യതിയാനങ്ങൾ, ലൈക്ക് സെറോട്ടോണിൻ, സബ്സ്റ്റൻസ് പി, ഗ്ലൂട്ടാമേറ്റ്, നോറെപ്പിനെഫ്രിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന ഇംബാലൻസസ് ഒക്കെ ഫൈബ്രോമയാൽജിയ എന്നുള്ള കണ്ടീഷനിലേക്ക് വഴിതിരിക്കാം. ഇതിന്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇങ്ങനെ നിർണ്ണയിക്കാം എന്നില്ല. പക്ഷെ അതിന് സമാന ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റ് രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് തന്നെയാണ് ഫൈബ്രോമയാൽജിയ ആയിരിക്കാം എന്നുള്ള സാധ്യത കൂട്ടുന്നത്. അതിനുവേണ്ടി ടെസ്റ്റുകൾ, മെയിൻലി ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ എക്സ്റേ എടുക്കും, സ്കാൻ ചെയ്യുക, ESR ടെസ്റ്റ് ചെയ്യുന്നത്, തൈറോയിഡ്, വൈറ്റമിൻ ഡി എല്ലാം ടെസ്റ്റ് ചെയ്യാറുണ്ട്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിൻലി ത്രൂ മെഡിക്കേഷൻസ് ആണ്. ആന്റി ഡിപ്രസൻസ് കൊടുക്കും, പെയിൻ റിലീവേഴ്സ്, ആൻഡ് വിത്ത് തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. കാരണം ഡിപ്രഷന്റെയും ആൻസൈറ്റിയുടെയും ഒക്കെ ലക്ഷണങ്ങൾ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാൻ. മൈൻഡും ബോഡിയും കണക്റ്റഡ് ആണല്ലോ. സോ ബോഡിയിലുള്ള എല്ലാം മൈൻഡിനെയും ബാധിക്കും, മൈൻഡിലുള്ള എല്ലാം ബോഡിയെയും ബാധിക്കും എന്നുള്ളതാണ്. സോ പതിയെ ത്രൂ തെറാപ്പീസ്, ഒക്യുപേഷണൽ തെറാപ്പി, എക്സസൈസ്, ബിഹേവിയറൽ തെറാപ്പിയിലൂടെയൊക്കെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത് അത്യാവശ്യമാണ്. താങ്ക് യു.